സഹിക്കുമായിരുന്നു ചേച്ചി. സിദ്ധുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. കൂട്ടത്തിൽ അവനാണ് അവളോട് കൂടുതൽ അടുപ്പവും സ്നേഹവും കൂടുതൽ. അവർ 4 പേരെയും വന്ന് ചേർത്ത് പിടിച്ച് കരഞ്ഞു. മകൾ അകത്തേക്കിരിക്കുക. അവർ 4 പേരെയും മീരയെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് വന്നു. അവർക്ക് നടുവിലായി ഇരുത്തി. അമ്മൂമ്മയെയും പറഞ്ഞു. മാധവൻ അമ്മാവനും വല്യച്ഛനും ചേർന്ന് ചേച്ചിയെ കവലയിൽ വെച്ച് പറഞ്ഞതൊക്കെ കേട്ട നേരം തൊട്ട് നിന്നെ വന്ന് കാണാതെ ഒരു സമാധാനവുമില്ല. അതാ ഇവന്മാരെ കൂട്ടി പോന്ത്. ഇവിടെ വന്നപ്പോഴാ അതിലും വേദന തോന്നിക്കുന്ന കാഴ്ച. ശരിക്കും നിന്നെ സ്നേഹിക്കാത്ത ഒരാൾക്ക് വേണ്ടിയല്ലടി നീ എല്ലാവരെയും വേണ്ടെന്ന് വെച്ച് വന്നത്, സിദ്ധു പറഞ്ഞു. പ്രണയം അങ്ങനെയാണ് സിദ്ധു. സത്യം പറഞ്ഞ അയാൾക്കിട്ട് 2 കൊടുക്കാനാണ് തോന്നിയത്. വിച്ചുവാണ്. അങ്ങനെ പറയില്ലേ വിച്ചു. ദൈവട്ടൻ നിങ്ങളെക്കാൾ എത്രയോ വയസ്സിന് മൂത്തതാണ്. അതുകൊണ്ട് അങ്ങനെ പറയാനോ പ്രവർത്തിക്കാനോ പാടില്ല. പക്ഷെ നിന്നെ വേദനിപ്പിച്ച എത്ര വലിയ ആളായാലും ഞങ്ങൾ നോക്കി നിൽക്കില്ല, സച്ചുവും ഒപ്പം വീറോട് പറഞ്ഞു. ഈ സമയം വിമല അവർക്ക് കഴിക്കാൻ കുറേ പലഹാരങ്ങളും കുടിക്കാൻ വെള്ളവുമായി വന്നു. അവർക്കൊപ്പം ഇരുന്നതും തന്നെ മീരയുടെ സങ്കടങ്ങൾ ഇല്ലാതായതുപോലെ. അവർ പോകാനിറങ്ങുമ്പോൾ മീരയ്ക്ക് ജോലി കിട്ടിയതും അതിനെല്ലാം ഇന്ന് പോയി ചെയ്ത കാര്യങ്ങളും അവരോട് പറഞ്ഞു. ദൈവം അത്ര പെട്ടെന്നും ഞങ്ങളുടെ പെങ്ങളെ കൈവിടില്ല. നീ നോക്കിക്കോ. നിന്നെ ഇന്ന് തള്ളിപ്പറയുന്നവരും കരയിപ്പിക്കുന്നവരും ഒരിക്കൽ നിന്നെ തിരിച്ചറിയും. നീ ധൈര്യമായിരിക്കും. എന്തിനും ഞങ്ങൾ കൂടെ ഉണ്ടാവും. പിന്നെയും കുറച്ചു നേരം നിന്നു. അവളോട് സംസാരിച്ച ശേഷം 4 പേരും അവിടെ നിന്ന് പോയിരുന്നു. ഈ സമയം വിമല അവൾക്കടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, മോളുടെ ഭാഗ്യമാണ് ഇങ്ങനെയുള്ള അനിയന്മാരെ കിട്ടിയത്. അമ്മ പറഞ്ഞു ശരിയാണ്, അവരെൻ്റെ ഭാഗ്യം തന്നെയാണ്. അന്ന് ദേവൻ നല്ല ലേറ്റായാണ് വന്നത്. വരുമ്പോൾ വിമല അവനുള്ളത് എടുത്തു കൊടുക്കുമ്പോൾ ഒന്നും മിണ്ടിയില്ല. എന്നാൽ കഴിച്ചു കഴിഞ്ഞ് കിടക്കാൻ പോകുന്നവനെ പിന്നിൽ നിന്ന് വിളിച്ചു, ദേവാ. അവൻ തിരിഞ്ഞു നോക്കി. നിനക്ക് സന്തോഷം തരുന്നൊരു വാർത്തയുണ്ട് കേട്ടോ. ദേവൻ സംശയത്തോടെ അവരെ നോക്കി. ഏറിൽ 1 മാസം കൂടെ നീ മീരമോളെ സഹിച്ചാൽ മതിയാവും. അത് കഴിഞ്ഞാൽ മോളങ്ങ് പോകും. എത്ര പേർക്ക് ബുദ്ധി ഉദിച്ചോ? അനിയന്മാർക്കൊപ്പം പോകാൻ തയ്യാറായല്ലോ. അതിന് 1 മാസം വരെ കാത്തു നിൽക്കണോ? ഇന്ന് തന്നെ പോകല്ല അവൾക്ക്. അതിന് മോള് അവളുടെ അനിയന്മാർക്കൊപ്പമല്ല ദേവ പോകുന്നത്. പിന്നെ മോൾക്ക് പാലക്കാട് ജോലി ശരിയായി, അവിടേക്കാണ് പോകുന്നത്. ഓ, ആ ഓഞ്ഞ പ്രൈവറ്റ് കമ്പനിയല്ലേ, അതിനാണ് ബിൽഡപ്പ് കൊടുക്കുന്നത് അമ്മ. അതിന് മോള് പോകുന്നത് ഓഞ്ഞ പ്രൈവറ്റ് കമ്പനിയിലല്ല, മറിച്ച് പാലക്കാട് വില്ലേജ് ഓഫീസർ ഗവൺമെൻറ് എംപ്ലോയി ആയിട്ടാണ് പോകുന്നത്. 1 മാസം കഴിഞ്ഞാൽ എൻ്റെ മരുമകൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥയാണ്. അല്ല, ഇപ്പോഴേയാണ്. ദേവൻ അമ്പരപ്പുണ്ടായി. താനും ഒരുപാട് PSC എഴുതി, ഇപ്പോഴും എഴുതുന്നുണ്ട്. എന്നാൽ പ്രതീക്ഷ എഴുതിയ ഒരു ലിസ്റ്റിലും പേര് വന്നില്ല. അതോർത്ത് വീണ്ടും മീരയ്ക്ക് അങ്ങനെ ഒരു ജോലി കിട്ടിയതിന് വീണ്ടും ഞെട്ടൽ തന്നെയായിരുന്നു. പിന്നെ മോൾ എല്ലാ മാസവും ലീവിന് വരും. എനിക്കിപ്പോൾ 5 ദിവസം നിൽക്കാൻ. അപ്പം മാത്രം നീ എൻ്റെ മോളെ സഹിച്ചാൽ മതി. അല്ലാത്ത പക്ഷം നിന്നെ ശല്യം ചെയ്യാൻ എൻ്റെ മോളുണ്ടാവില്ല. അത്രയും പറഞ്ഞ് വിമല പോകാൻ പോകുമ്പോൾ വീണ്ടും തിരിഞ്ഞ് അവനെ നോക്കി പറഞ്ഞു, എൻ്റെ മോള് നന്നായി ജീവിക്കുമ്പോൾ നിൻ്റെ ജീവിതം നശിപ്പിക്കുന്ന ആ നാശം പിടിച്ചവൾ ഓർത്ത് ഇങ്ങനെ ജീവിതം കളയാനാവും നിൻ്റെ യോഗം. അവസാനം വിമല പുച്ഛത്തോട് ദേവനെ നോക്കി പറഞ്ഞു പോകുമ്പോൾ ദേവനൊന്നും മിണ്ടാതെ അവിടെ തന്നെ നിന്നിരുന്നു. രാജേന്ദ്രൻ്റെ വീട് മുറ്റത്തെ സഹോദരങ്ങളും അവരുടെ മക്കളും എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. മീയും അമ്മുവും മീരയോട് സംസാരിച്ചതാണ് ഈ ഒത്തുകൂടലിൻ്റെ കാരണം. രാജേന്ദ്രൻ്റെ 3 സഹോദരിമാരായിരുന്നു. അതിൽ മൂത്തത് വസുന്ധര, ഭർത്താവ് സുരേന്ദ്രൻ, 2 മക്കളും. ആദ്യത്തെ ആൾ ദിവ്യ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഭർത്താവ് ബാലു, ആളും ദിവ്യ വർക്ക് ചെയ്യുന്ന ഇടത്ത് തന്നെ, വേറെ ഡിപ്പാർട്ട്മെൻ്റാണെന്ന് മാത്രം. അവർക്ക് 2 മക്കൾ, അവിനാശ് എന്ന അപ്പവും അമൃത എന്ന അമ്മുവും. ഇന്ന് മീരയോട് മിണ്ടിയത് ഈ അമ്മുവായിരുന്നു. വസുന്ധയുടെ നേരെ ഇളയാളായിരുന്നു വനജ. ഭർത്താവ് മുകുന്ദൻ. അവർക്ക് ഒരേ ഒരു മകൻ നിരഞ്ജൻ. ആൾ നാട്ടിൽ അത്യാവശ്യം പേര് കേട്ട തല്ലിപ്പൊളിയാണ്. പക്ഷേ അവനെ പേടിച്ച് ആരും മുന്നിൽ വന്നൊന്നും പറയില്ല. എവിടെയെങ്കിലും പോയ പിന്നെ കുറേ മാസം നോക്കണ്ട അവനെ. ആര് വിളിച്ചാലും കിട്ടില്ല. എപ്പോഴെങ്കിലും അവനായി തന്നെ ഇങ്ങ് വന്നോളൂ. അതിന് നേരെ തന്നെയാണ് രാജേന്ദ്രൻ വരുന്നത്. രാജേന്ദ്രൻ ഭാര്യ സുമിത്ര, മക്കൾ മീര, നമ്മുടെ നായിക, പിന്നെ മിത്ര. രാജേന്ദ്രന് താഴെ വരുന്ന സഹോദരിയാണ് ഗോമതി. ഭർത്താവ് മാധവൻ, 2 മക്കൾ മാധുരിയും മിയയുമാണ്. മേയാണ് അമ്മൂനൊപ്പം ഉണ്ടായിരുന്നത്. ഈ സമയം
മേയും അമ്മവും മുഖം കുനിച്ച് നിൽക്കുമായിരുന്നു. ആ സ്വത്തുക്കളും ഇത്രയായിട്ടും നമ്മളെ നാണം കെടുത്തി ആ നശിച്ചവളോട് കൂറും, വസുന്ധര പറഞ്ഞു. വന്നത് ഞാൻ കൊടുത്ത ദേഹം നോവുന്ന പോലെ. മേഘം കിട്ടി ഗോമതി ചെറിയമ്മയുടെ കയ്യിൽ നിന്നും. അതുകൊണ്ട് ഇനി അവളോട് മിണ്ടിയ എന്താവും ശിക്ഷ ഇന്നത്തോടെ എൻ്റെ മോൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ദിവ്യ അമ്മൂനെ നോക്കി പറഞ്ഞു, അതും ദേഷ്യത്തിൽ തന്നെ. എന്നാലും ഇത്രയൊക്കെ ഇവിടെ നിന്നിട്ട് എന്നോട് ഒരു വാക്ക് പറയാൻ തോന്നില്ലല്ലോ ആർക്കും. നിരഞ്ജൻ ദേഷ്യത്തിൽ മുരണ്ടു. അതിന് നീ ഒരു പോക്ക് പോയ ആ പോക്കല്ലേ? ഇത് പറയാൻ വേണ്ടി നിന്നെ എത്ര തവണ വിളിച്ചു, അപ്പോഴെല്ലാം ഫോൺ ഓഫ്. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാൻ? വനജ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച കൂടെ അമ്മാവന്മാരോട് മീരയും ഞാനും തമ്മിലുള്ള വിവാഹം ഈ ചിങ്ങത്തിൽ തന്നെ കാണുമെന്ന് പറഞ്ഞതായിരുന്നു. ഇവിടെ വന്നപ്പോൾ അവൾ വേറെ ഒരുത്തനൊപ്പം പോയിരിക്കുന്നു. അവൾ പോണെങ്കിൽ പോട്ടെ, അസുര ജന്മം. നിനക്ക് അവളേക്കാൾ മിടുക്കിയായിട്ടുള്ള പെണ്ണിനെ കൊണ്ടുതരും പോരെ? രാജേന്ദ്രൻ പറഞ്ഞു. അങ്ങനെ ഒരുത്തെ വേണമെന്നായിരുന്നെങ്കിൽ എൻ്റെ ഭാര്യ കവിത മരിച്ചപ്പോൾ തന്നെ മറ്റൊരുത്തെ സ്വീകരിക്കാമായിരുന്നില്ല എനിക്ക്. എന്നിട്ട് ഞാൻ ചെയ്തോ? ഇല്ല. അതിന് കാരണം എൻ്റെ 3 വയസ്സുള്ള കുഞ്ഞും ഈ അച്ഛനേക്കാൾ പ്രിയം മീരയോടായിരുന്നു. എൻ്റെ മോൾ അവളെ സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ ഞാനും സ്നേഹിച്ചു. അവളെപ്പോലെ എൻ്റെ മോളെ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി വേറെ കിട്ടുമോ? അതും നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉള്ളപ്പോൾ. എന്നിട്ട് എന്തായി? എല്ലാവരും ചേർന്ന് തകർത്തില്ലേ? പിന്നെ ഞങ്ങൾ എന്ത് വേണമെന്നായിരുന്നു? അവനൊപ്പം പോണെന്ന് പറഞ്ഞു നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്തി അവളെ പൂവിട്ടും ആനയിച്ചു കൊണ്ടുവരണമായിരുന്നു. അവൾ അവനൊപ്പം പോണോ എന്ന് പറഞ്ഞപ്പോൾ തന്ത്രപരമായി അവരുടെ വിവാഹം ഞങ്ങൾ നടത്തി കൊടുക്കുമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വരണമായിരുന്നു. നിനക്കങ്ങനെ പറയാം. അപ്പോൾ ഞാൻ അനുഭവിച്ച നാണക്കേട് ആർക്കും മനസ്സിലാവില്ല, രാജേന്ദ്രൻ പറഞ്ഞു. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി ഇവിടെ അതേപ്പറ്റി ആരും ചിക്കി ചെയ്യാൻ നിൽക്കേണ്ട. പുകഞ്ഞ കുള്ളി പുറത്തു. അതുകൊണ്ട് അവളെ കാണുമ്പോൾ ഇനി ആരെങ്കിലും മിണ്ടിയെന്ന് വന്ന് അവർക്ക് ഇപ്പോൾ കിട്ടിയ പോലുള്ള അവസ്ഥയായിരിക്കും. പിന്നെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു മകളുണ്ടാവില്ല, മാധവൻ പറഞ്ഞു. നിങ്ങൾക്ക് അവൾ പുകഞ്ഞ കൊള്ളിയായിരിക്കും, പക്ഷേ എനിക്ക് എൻ്റെ മോൾക്കും അവളെ വേണം. അവൾ ഉള്ളത് കൊണ്ടാണ് മോളെ ഇവിടെ നിർത്തി ഞാൻ ഓരോ ആവശ്യത്തിന് പോകുന്നത് തന്നെ. ഇന്ന് വന്നപ്പോൾ തൊട്ട് ഈ നിമിഷം വരെ എൻ്റെ മോൾ മീരയാണ് ചോദിക്കുന്നത്. എനിക്കെൻ്റെ മോൾക്ക് അവളെ കൊടുത്തേ പറ്റൂ. ഒപ്പം എനിക്കും എൻ്റെ ജീവിതത്തിൽ നല്ലൊരു പെണ്ണിനെ കിട്ടില്ല, അതെല്ലാവർക്കും അറിയാം. മീര കെട്ടി കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. അവൾ അവിടെ നിന്ന് എങ്ങനെ എനിക്കൊപ്പം കൊണ്ടുവരണമെന്ന് നന്നായി തന്നെ അറിയാം. അത്രയും പറഞ്ഞ് നിരഞ്ജൻ പോകുമ്പോൾ രാജേന്ദ്രൻ വനജയെ നോക്കി. ചേച്ചി, നിനക്ക് പറഞ്ഞൂടെ അവനോട് ആ ഉരുമ്പൊട്ടവളെ വേണ്ടെന്ന് വയ്ക്കാൻ? അവൾക്ക് ഇവനോട് ഒരു ഇഷ്ടമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ചതി കാണിക്കുമോ? ചതി നീ എൻ്റെ മോനോടല്ലേ കാണിച്ചേ? അവന് മീരയെ കൊടുക്കാമെന്ന് ആശ കൊടുത്തതാരാ? ഞാനോ നീയോ? എന്നിട്ടിപ്പോൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ. അവൻ്റെ സ്വഭാവം അറിയാലോ എല്ലാവർക്കും. ആരെക്കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റില്ല. അവൻ തുനിഞ്ഞൊന്നിറങ്ങിയ അതിൻ്റെ അവസാനം കണ്ടിട്ടേ മടങ്ങും. അതിന് ഉദാഹരണം തന്നെയാണ് കവിതയുടെ മരണം. അവളുടെ മരണം പോലും ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടി എൻ്റെ മോൻ തന്നെ ചെയ്തെന്ന് എല്ലാവർക്കും അറിയുന്നല്ലേ. ഇനിയും അവനൊരു കൊലപാതകമാക്കാനാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല. അവൻ്റെ ഇഷ്ടം എന്തോ, ഞാൻ അതിൻ്റെ കൂടെയാണ്. ദേവ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അനീഷ് അവൻ്റെ അടുത്തായി വന്നുകൊണ്ട് വിളിച്ചു. മീരയ്ക്ക് ജോലി കിട്ടിയല്ലേ? രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞു. സന്തോഷം എനിക്ക്. ആ പെണ്ണിൻ്റെ കണ്ണീരിൻ്റെ ഫലമാണ് ഈ ജോലി. ആരെങ്കിലും പറ്റിച്ച് കിട്ടിയതാവും, അല്ലാതെ അവൾക്കൊക്കെ എങ്ങനെ ഗവൺമെൻറ് ജോലി കിട്ടാനാണ്? എല്ലാവരും നിന്നോട് ഇതേപ്പറ്റി സംസാരിക്കാൻ വന്ന് എന്നെ വേണം ആദ്യം പറയാൻ. എല്ലാവരും നല്ലത് കണ്ടത് അംഗീകരിക്കാൻ കുറച്ച് പാടാണല്ലോ. അതെ, ഇച്ചിരി പാട് തന്നെയാണ്. അനീഷ് പിന്നെ ഒന്നും മിണ്ടാൻ നിൽക്കാതെ അവിടെ നിന്ന് പോകുമ്പോൾ ദേവനും മനീഷും തമ്മിൽ നിന്ന് സംസാരിക്കുന്ന കേട്ട് കുറച്ച് മാറി ജിതിനുണ്ടായിരുന്നു. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങി ബൈക്കിൽ വെച്ച് മുന്നോട്ട് എടുക്കുമ്പോൾ ദേവിന് മുമ്പിൽ ജിതിൻ ബൈക്ക് വന്ന് നിന്നു. നീ വീട്ടിലേക്ക് പോയില്ലേ? പോകുക. അതിനു മുമ്പ് നിന്നെ കണ്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു, അതാ കാത്തുനിന്ന്. എന്ത്? ഞാൻ നീയും മനുഷ്യനും പറയുന്നത് കേട്ടു. മേരിക്ക് ജോലി കിട്ടി പോകുന്നതൊക്കെ? അതെ, പാലക്കാടാണ്. അടുത്ത മാസം പോകണമെന്ന് പറയുന്നത് കേട്ടു. ഒരു കണക്കിന് പോട്ടെ, എനിക്ക് സമാധാനം കിട്ടുമല്ലോ. പോയാൽ പിന്നെ വരില്ല അവള്? വരും. 6 മാസം വരെ എൻ്റെ ഭാര്യയെ കഴിഞ്ഞല്ലേ പറ്റൂ. അതുവരെ എല്ലാ മാസം അമ്മയ്ക്കൊപ്പം വന്ന് നിന്നിട്ടേ പോകും. അവിടെ എന്നെ മെനക്കെടുത്താൻ. നീ സമ്മതിച്ചോ പോകാൻ? അവൾ എവിടെ പോയാലും അത് എന്നെ ബാധിക്കുന്ന ഒന്നല്ല ജിതിൻ. അതുകൊണ്ട് എവിടെ പോയാലും അത് എനിക്കറിയേണ്ട ആവശ്യമില്ല. ആവശ്യമുണ്ട്. കാരണം ഡിവോഴ്സ് ആവുന്നവരെ അവൾ ഇവിടെ തന്നെ വേണം എന്നാണ് ഞാൻ പറയുന്നത്. അന്യസ്ഥലത്തേക്ക് ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് പോയി നിൽക്കുമെന്ന് പറയുമ്പോൾ എടാ അവൾ പോകും. കാരണം അവൾക്ക് കിട്ടിയത് ഗവൺമെൻറ് ജോലിയാണ്. ദേവിൻ പറയുമ്പോൾ ജിതിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു. സത്യമാണോ? അവിടെ വില്ലേജ് ഓഫീസ് സ്റ്റാഫായിട്ടാ കിട്ടിയെന്ന് അമ്മ പറഞ്ഞ്. ദേവ, എനിക്ക് ജോലിക്ക് കിട്ടിയ സ്ഥിതിക്ക് ഇനി നിനക്കവളെ വേണമെന്ന് തോന്നി എനിക്ക് തരാതിരിക്കുമോ? ജിതിൽ തൻ്റെ സംശയം വ്യക്തമാക്കി.
ഞാൻ നിന്നോട് പറഞ്ഞു ജിതിൻ, ഇമാതിരി വർത്തമാനം പറഞ്ഞു വരരുതെന്ന്. ഈ ജന്മം എനിക്ക് അവളെ എൻ്റെ ഭാര്യ അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെയാണ് നിനക്ക് വിട്ട് തരാതെ ചേർത്ത് പിടിക്കുന്നത്. പുച്ഛത്തോടെ അത്രയും പറഞ്ഞു ബൈക്കെടുത്ത് ദേവൻ പോകുമ്പോൾ ജിതിൻ്റെ മനസ്സ് പിടിവിട്ടു പോകുന്ന പോലെ തോന്നി. ദേവന് അവളോടുള്ള സാമീപ്യം അത് മാറുമെന്നായിരുന്നു അവനിലെ ഭയം മുഴുവനും. രാത്രിയിൽ ഗായത്രിയുമായുള്ള ഫോൺ സംഭാഷണത്തിൻ്റെ ഇടയിൽ ദേവൻ മീരയ്ക്ക് ജോലി കിട്ടിയതും അവൾ പോകുന്ന കാര്യയ്ക്ക് പറഞ്ഞതും ഗായത്രിയിൽ മീരയോടുള്ള അസൂയ നിറഞ്ഞു. ഒപ്പം തന്നേക്കാൾ മെച്ചപ്പെട്ട ജീവിത പങ്കാളിയും ദേവന് കിട്ടുന്നത് കണ്ട് അവളിലെ ക്രൂരത മനസ്സിൽ ഉണർന്നു പ്രവർത്തിച്ചു. എന്നിട്ട് ദേവൻ സമ്മതിച്ചല്ലേ അവളെ ജോലിക്ക് വിടാൻ? എൻ്റെ ദേവ, നീ ഇങ്ങനെ മണ്ടനാവരുത്. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടേ ഉള്ളൂ, ഡിവോഴ്സ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇവള് കണ്ടെടുത്ത് ചെന്ന് ജോലിക്ക് പോയി വയറ്റിൽ വലുത് ഉണ്ടാക്കി വന്നിട്ട് അവസാനം ദേവനാണ് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും? ഓർമ്മയുണ്ടല്ലോ, അമ്പലത്തിൽ വെച്ച് അവൾ നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അവളുടെ ഭാഗത്ത് നിന്നത്, ദേവൻ്റെ അമ്മ പോലും. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു തെറ്റ് ചെയ്ത് വന്ന പെണ്ണ് പറയുന്നത് കേൾക്കാൻ ആൾക്കാർ കാണും, ദൈവം പറയുന്ന ആരും കേൾക്കില്ല. അങ്ങനെ വരില്ല. എന്തേ അവൾക്ക് ജോലിയൊക്കെ കിട്ടിയപ്പോൾ അങ്ങോട്ട് ഇഷ്ടം തോന്നി തുടങ്ങിയോ? ഗായ, വേണ്ട ആ സംസാരം, അത് നമുക്കിടയിൽ. അവളെ ഞാൻ സ്നേഹിക്കില്ല ഈ ജന്മം, അത് നിനക്കും അറിയാം. ഞാൻ ഉള്ളത് പറഞ്ഞു തരുമ്പോൾ ദൈവം പിന്നെ അങ്ങനെയല്ലെന്ന് പറഞ്ഞ ദൈവൻ ചതിക്കപ്പെടാൻ പാടില്ല, അതെനിക്ക് സഹിക്കില്ല. അതാ പറഞ്ഞത്, ഇനിയെല്ലാം ദേവൻ്റെ ഇഷ്ടം, ഞാൻ വയ്ക്കുക. അത്രയും പറഞ്ഞ് ഫോൺ വയ്ക്കുമ്പോൾ ഗായത്രിക്കുള്ളിൽ ദേഷ്യമായിരുന്നെങ്കിൽ ദേവൻ ഗായത്രി പറഞ്ഞതിനെ പറ്റി ആലോചിക്കുമായിരുന്നു. ജോലി കഴിഞ്ഞു മീര വരുമ്പോൾ മുന്നിൽ ഒരു കാർ വട്ടം ചുറ്റി നിർത്തി. അവൾ പേടിച്ചു മുന്നിലേക്ക് നോക്കി. അവിടെ കാർ നിർത്തി തന്നെ നോക്കി നിൽക്കുന്ന നിരഞ്ജൻ. അവനെ കണ്ടതും അവളുടെ ഭയം കൂടി. കാലുകൾ പിന്നിലേക്ക് വെച്ചു പോയി. എന്താ, എന്നെ ഒട്ടും പ്രതീക്ഷയില്ലല്ലേ എൻ്റെ മീരക്കുട്ടി? നിങ്ങൾക്ക് എന്ത് വേണം? വയലിൽ നിന്ന് മാറ്. എനിക്കെന്താ വേണ്ടെന്ന് നിനക്കറിയില്ലേ? പ്ലീസ്, ഞാൻ മറ്റവളുടെ ഭാര്യയാണ്, ഇനി എന്നെ ഉപദ്രവിക്കാൻ വരരുത്. അതെങ്ങനെ ശരിയാവും? ഈ നിരഞ്ജൻ ഇന്ന് വരെ എന്താഗ്രഹിച്ചിട്ടുണ്ടോ അതെല്ലാം നേടിയെടുത്തിട്ടുള്ളൂ. ആകെ നീ മാത്രം എന്നിൽ നിന്നും എപ്പോഴും വഴുതിപ്പോയിട്ടുള്ളത്. എനിക്ക് പോണം. അതും പറഞ്ഞ് പോകാൻ പോയ മീരയുടെ കയ്യിൽ അവൻ്റെ പിടി വീണു. അവൾ കുതറി. എവിടെക്കടി കുതറുന്നത്? അന്നിനൊന്ന് കയറിപ്പിടിക്കാൻ വന്നപ്പോൾ വെട്ടുകത്തി കൊണ്ട് എൻ്റെ നെറ്റിക്ക് നേരെ വീശിയത് ഇപ്പോഴൊരു പാടായത് എൻ്റെ നെറ്റിയിൽ തന്നെ ഉണ്ട്. അത് ഞാൻ ഈ ജന്മം മറക്കില്ല. നീ നോവിച്ചിടം നിന്നെക്കൊണ്ട് തന്നെ ഞാൻ തലോടിക്കും. അത് നിങ്ങളുടെ അതിമോഹം മാത്രമാണ്. അത്രയും പറഞ്ഞ് മീരയെ കുതിരിപ്പോകാനും അവൻ്റെ പിടി വീണു മുറുകി. ഈ സമയം ദേവൻ്റെ ബൈക്ക് അതുവഴി പോയിരുന്നു. എന്നാൽ നിരഞ്ജൻ മീരയെ തന്നെ ഉറ്റുനോക്കിയിരുന്നത് കൊണ്ട് തന്നെ ദേവനെ കണ്ടില്ല. പക്ഷെ ദേവൻ അവരെ കണ്ടിരുന്നു. ദേവനെ കണ്ടതും അവളുടെ കണ്ണുകൾ അവൻ്റെ ബൈക്കിന് പിന്നാലെ രക്ഷയ്ക്കായി നോട്ടം എറിഞ്ഞു. എന്നാൽ അവളൊന്നൊരാളെപ്പോലും മറന്നു ബൈക്കുമായി പോയിരുന്നു. ഞാൻ വന്ന് നിന്നെ എനിക്കൊപ്പം കൊണ്ടുപോകാനാണ്, ഈ നാട്ടിൽ നിന്ന് തന്നെ. അവനൊപ്പം കഴിഞ്ഞ് നിന്റെ കന്യകത്വം പോയാലും എനിക്ക് പ്രശ്നമല്ല. കാരണം നീ ഇപ്പോഴും എൻ്റെ ആ പഴയ ഉടഞ്ഞു പോകാത്ത ശരീരവടിവുള്ള മീരപ്പെണ്ണ് തന്നെയാണ്. തൻ്റെ ആഗ്രഹം ഒരിക്കലും നടക്കില്ല. വയലിൽ നിന്ന് മാറിപ്പോ, ഇല്ലെങ്കിൽ ഞാൻ ഒച്ച വെച്ച ആളെ കൂട്ടിക്കോ. കൂട്ടിയാൽ തന്നെ ആരും വരില്ല. നീ എൻ്റെ മുറപ്പെണ്ണാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ പിന്നെ നമ്മുടെ കുടുംബ പ്രശ്നമാണെന്ന് കരുതി ആരും തിരിഞ്ഞു നോക്കില്ല. മീരയിൽ ഭയം നീലച്ചു. തന്നെ രക്ഷിക്കേണ്ടവൻ പോലും തന്നെ കണ്ടിട്ടും കാണാത്ത പോലും പോയെങ്കിൽ ഇനി തനിക്ക് രക്ഷയില്ല. താൻ തന്നെ രക്ഷപ്പെട്ട് മതിയാവൂ. അവൾ അവനെ പിടിച്ചു തള്ളി. ഓടാനും അവളുടെ ഇടുപ്പിലൂടെ പിടിച്ചു പൊക്കിയെടുത്തു.